കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IPC 323, 324, 325 അതുപോലെ തന്നെ 498A പോലെയുള്ള കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീയെയും സ്ത്രീയുടെ വീട്ടുകാരെയും ശാരീരികമായി വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കോടതിയിൽ വരുന്നത്. അതിൽ സത്യസന്ധമായിട്ട് ഭർത്താക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന കേസുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജ പരാതികളും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു പീഡനം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം പോകേണ്ടത്. ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെഡിക്കൽ ലീഗോ കേസ്, അതുമായി ബന്ധപ്പെട്ട് ഒരു ലീഗൽ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഈ കേസിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു തെളിവാകുകയുള്ളൂ. എന്തിന്? ശാരീരികമായി പീഡിപ്പിച്ചതിൻ്റെ. അപ്പോൾ ഒരു മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പാർട്ട് 1 ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ എൻ്റെ കഴുത്തിലെ ഭർത്താവിൻ്റെ വീട്ടുകാർ മൊബൈൽ ചാർജറിൻ്റെ വയർ ഉപയോഗിച്ചുകൊണ്ട് മുറിവേൽപ്പിച്ചു, അതിൻ്റെ പാടിൻ്റെ ഫോട്ടോ ഇതാ എന്ന് പറഞ്ഞാലൊന്നും കേസ് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു വിദഗ്ധനായ ഡോക്ടർ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും ഒരു മുറിവ് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ശരിക്കുള്ള മുറിവാണോ, ആ മുറിവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിത്തിൻ 24 hours ഓഫ് ഫിസിക്കൽ അബ്യൂസ് ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ശാരീരികമായ പീഡനം മൂലം ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവ് ഉണ്ടായി 24 മണിക്കൂറിനകം ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം എന്നാണ് ഒന്നാമത്തെ പോയിൻ്റ്. ഇനി ഈ പറയുന്ന ഫിസിക്കൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ പോയിന്റുകളുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഈസ് കമ്പൽസറി ബിഫോർ ഇൻഫോമിങ് പോലീസ് ഇൻ MLC എന്നാണ് പറയുന്നത്. അതായത് മെഡിക്കൽ ലീഗോ കേസുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ആ ലഭിച്ചതിൻ്റെ എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മൂന്നാമതായിട്ട്, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് doctor must inform police about the incident either through phone or in writing and take the docket അല്ലെങ്കിൽ acknowledgement number. The same should be entered in hospital records without fail എന്നാണ് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് ചികിത്സിച്ചത് ആ ഡോക്ടർ എന്ത് ചെയ്യണം? ഫോൺ വഴിയോ അല്ലെങ്കിൽ ലെറ്റർ മുഖേനയോ എന്ത് ചെയ്യണം? അതൊരു ഡോക്കറ്റ് ഉണ്ടാവണം, ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടാകണം. ഇതുവഴി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അങ്ങനെ അറിയിച്ചതിൻ്റെ അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ഡോക്കറ്റിൻ്റെ നമ്പർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡിൽ തെറ്റാതെ എഴുതി ചേർക്കുകയും വേണം. നാലാമതായിട്ട്, ഓൾ ഇഞ്ചുറീസ്, മാർക്സ്, നേച്ചർ ഓഫ് ഹേർട്ട്, വെപ്പൺസ് യൂസ്ഡ് എക്സെട്ര മസ്റ്റ് ബി സ്പെസിഫൈഡ് ബൈ ദി ഡോക്ടർ ആൻഡ് സബ്മിറ്റ് ഫോം 1 ആൻഡ് ഫോം 2 ഇൻ ഡെത്ത് കേസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഇഞ്ചുറിയാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ മാർക്സ്, എങ്ങനെയുള്ള മുറിവാണ്, അതായത് ഹർട്ടാണോ ഗ്രീവ്സ് ഹർട്ടാണോ, അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ ഏതായിരിക്കാം തുടങ്ങിയവയെ കുറിച്ചിട്ട് ഡോക്ടർ എന്ത് ചെയ്യണം? ഫോം 1 എന്ന് പറയുന്നതിൽ റെക്കോർഡ് ചെയ്യണം. മരിച്ചു പോയ കേസാണെങ്കിൽ ഫോം 2 റെക്കോർഡ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ്, ഫെയിലിംഗ് ടു ഇൻഫോം ഡോക്ടർ വിൽ ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ IPC 176, IPC 202. ഈ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാം. സെക്ഷൻസ് IPC 176 ആൻഡ് IPC 202.
6 ഡേറ്റ് ടൈം പ്ലേസ് ഓഫ് ഒക്കറൻസ് വിത്ത് എസ്കോർട്ട് ടൈം അഡ്രസ്സ് ആൻഡ് ഹിസ് സിഗ്നേച്ചർ ഈസ് മസ്റ്റ് ഇൻ ദി ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ശാരീരികമായ പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? ഈ സംഭവിച്ച ആളുടെ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ പോയ ആളുടെ പേര്, ഡേറ്റ്, ടൈം, സ്ഥലങ്ങൾ, അയാളുടെ സിഗ്നേച്ചർ എന്നിവയെല്ലാം ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തണം. കൂടെ പോയ ആളുടെ പേര്. 7 ഇഫ് യു ഫൈൻഡ് MLC ഇൻ ഫേക്ക് യു ഗോട്ട് ഇറ്റ് ഡൺ ബൈ ഫ്രോഡ് ട്രൈ ടു ഗെറ്റ് ഓൾ റെക്കോർഡ്സ് ബൈ ഫയൽ RTI ടു ബോത്ത് പോലീസ് ആൻഡ് ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഒരു കടലാസിൽ കിട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം? റൈറ്റ് ടു ഇൻഫോർമേഷൻ പ്രകാരം ഈ പറയുന്ന ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് RTI വഴി അപ്ലൈ ചെയ്യാം. 8 ഫെയിലിംഗ് ടു ഗെറ്റ് ദി എബവ് റെക്കോർഡ്സ് റൈറ്റ് ടു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതവർ തന്നില്ല എന്ന് വിചാരിക്കുക ഹോസ്പിറ്റലുകാർ. നിങ്ങൾക്കപ്പോൾ എന്ത് ചെയ്യാം? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും. സാധാരണ